ഹലോ ഗായ്സ്, ഞാൻ കുറേ നാളിന് ശേഷം പിന്നെ വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഹൗസ് പ്ലാന്റ്സിനെ കുറിച്ചായിരുന്നു. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ഒരു പ്ലാന്റ് ലവറാണ്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ വീഡിയോ കാണുമ്പോൾ. പുള്ളിക്കാരൻ ഒരു ഫോറസ്റ്റ് എൻ്റെ വീടിനകത്ത് വളർത്തി വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള പ്ലാന്റ്സിനെയൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് നോക്കുന്നതെന്നും അതിൻ്റെ കെയർ റുട്ടീൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എൻ്റെ ഒരു ഇൻട്രോ പാർട്ടാണ്. ഞങ്ങളുടെ വീട്ടിൽ നിലവിലുള്ള എല്ലാ ചെടികളും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇവരെല്ലാം ഇങ്ങനെ തന്നെയായിരിക്കും മേടിച്ചതെന്ന്. പക്ഷേ അങ്ങനെയല്ല. ഏകദേശം 3 വർഷത്തിന് മേലെയായി ഞങ്ങൾ ഇൻഡോർ പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ആദ്യം മേടിച്ചത് തൊട്ട് ഈ കഴിഞ്ഞ ദിവസം മേടിച്ച പ്ലാന്റ്സ് വരെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്ലാന്റുകളുടെ എല്ലാം സ്പോൺസർ ഞാനാണെങ്കിലും ഇതിനെല്ലാം പരിപാലിക്കുന്ന ആൽവിച്ചൻ തന്നെയാണ് കേട്ടോ. എനിക്കിത് മേടിച്ചു കൂട്ടാൻ മാത്രമേ താല്പര്യമുള്ളൂ. ഇതിന് തിരിഞ്ഞു നോക്കാൻ ഒരു താല്പര്യമില്ല. പാവം പുള്ളിക്കാരനാണ് എല്ലാത്തിനും നോക്കി പറക്കി ഇങ്ങനെയൊക്കെ ആക്കി എടുക്കുന്നത് കേട്ടോ. വിചാരിച്ച പോലെ അത്ര എളുപ്പമൊന്നുമല്ല ഇൻഡോർ പ്ലാന്റ്സിനെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ വിൻ്ററൊക്കെ വരുമ്പോൾ ഒരുപാട് പാടാണ് ഇവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓരോന്നിനും ഓരോതിൻ്റെ രീതിയുണ്ട് അവരെ മെയിൻറ്റെയിൻ ചെയ്യാനും. അതിൻ്റെ വാട്ടറിങ്ങും അതിന് നമ്മൾ ചെയ്യേണ്ട ബാക്കി കാര്യങ്ങളും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു സീരീസ് ഓഫ് വീഡിയോസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഓരോരോ പ്ലാന്റ്സിനെ ഓരോ ദിവസം പിക്ക് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ ഇൻട്രോ പാർട്ട്. അപ്പോൾ അടുത്തുള്ള വീഡിയോസിൽ ഓരോ ചെടികളെ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ.